ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിൽ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും മറ്റു ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലും ഒക്കെ വരുന്ന ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാര്യം, AR റഹ്മാൻ ഓസ്കർ കിട്ടി, അതുപോലെ കീരവാണിക്ക് ഓസ്കർ കിട്ടി, ഇളയരാജയ്ക്ക് ഓസ്കർ കിട്ടിയില്ല. അപ്പോൾ ഇളയരാജ ആണ് ഇളയരാജയെക്കുറിച്ചാണ് ഇപ്പോൾ ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഓസ്കർ എന്ന് പറഞ്ഞ ഈ അവാർഡ്, ഓസ്കർ അവാർഡ് ഇളയരാജയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ 2008 പോവുകയാണെങ്കിൽ 2008 AR റഹ്മാന് ഈ ഓസ്കർ അവാർഡ് ആദ്യമായിട്ട് കിട്ടിയപ്പോൾ സ്ലം ഡോഗ് മില്ലിയനെയർ എന്ന ആ സിനിമ ഒരു വിദേശ ചിത്രമാണ് എങ്കിൽ കൂടി അതിനകത്ത് സഹകരിച്ച ഇന്ത്യക്കാരായ AR റഹ്മാനും റസൂൽ പൂക്കുട്ടിക്കും ഒക്കെ ഓസ്കർ അവാർഡ് അന്ന് കിട്ടുകയുണ്ടായി. അപ്പോൾ അതിൽ ജയ് ഹോ എന്ന ഗാനത്തിനാണ് ആ ഓസ്കർ അവാർഡ് AR റഹ്മാന് കിട്ടിയത്. ഡാനി ബോയിൽ എന്ന ഒരു സംവിധായകനാണ് സ്ലം ഡോഗ് മില്ലിയനെയർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2008 AR റഹ്മാന് കിട്ടിയ ജയ് ഹോ എന്ന ഗാനം AR റഹ്മാൻ്റെ ഏറ്റവും മികച്ച ഗാനമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. കാരണം AR റഹ്മാൻ ഫാസ്റ്റ് നമ്പേഴ്സ് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല മെലഡികളും ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഗാനങ്ങൾക്കൊന്നും ഓസ്കർ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ജയ് ഹോ എന്ന സിനിമയ്ക്ക്, ജയ് ഹോ എന്ന് പറയുന്ന ആ പാട്ടിന് ഒരു ഓസ്കർ അവാർഡ് AR റഹ്മാൻ അന്ന് കിട്ടി. അതിനുശേഷം വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ കീരവാണിക്ക് ഈ RRR എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഓസ്കർ അവാർഡ് വീണ്ടും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമ, ഈ കീരവാണി സംഗീതം ചെയ്ത ഈ നാട്ടു നാട്ടു എന്നുള്ള ഗാനം ഒരു അത്യുജ്വല ഗാനമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. സിനിമയുടെ ആ ഒരു സാഹചര്യം, ആ സിനിമയുടെ ആ ഒരു പർട്ടിക്കുലർ ഒരു സ്ഥലത്ത് ആ സിനിമയ്ക്ക് അവിടെ ഒരു പാട്ടും ഒരു ഡാൻസും അനിവാര്യമായതിനെ തുടർന്ന് ഒരു ഭംഗിയുള്ള ഒരു ട്യൂണ് ചെയ്തു, അത് ഭംഗിയായിട്ട് വിഷ്വല് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ഉചിതം. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇപ്പോൾ കീരവാണി ചെയ്ത ഏറ്റവും നല്ല ഗാനമാണ് ഈ നാട്ടു നാട്ടു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാര്യം ഈ കീരവാണി എത്രയോ നല്ല നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അതിനൊന്നും അവാർഡുകൾ ഈ ഓസ്കർ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ ഈ കീരവാണിയുടെ ഏറ്റവും മികച്ച സൃഷ്ടിയാണ് ഈ നാട്ടു നാട്ടു എന്ന ഗാനം എന്ന് എനിക്ക് അഭിപ്രായമില്ല. അപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ ഈ രണ്ടുപേരുടെയും കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് കീരവാണിക്ക് AR റഹ്മാന് ഓസ്കർ കിട്ടി, ഇളയരാജയ്ക്ക് എന്തുകൊണ്ട് ഓസ്കർ കിട്ടിയില്ല? അപ്പോൾ ഇളയരാജ ആ ഒരു മികച്ച സംഗീത സംവിധാനം എന്നുള്ള ലെവലിൽ എത്താത്തത് കൊണ്ടാണോ, AR റഹ്മാനൊപ്പം എത്താത്തത് കൊണ്ടാണോ, കീരവാണിക്കൊപ്പം എത്താത്തത് കൊണ്ടാണോ ഈ ഇളയരാജയ്ക്ക് ഓസ്കർ കിട്ടാത്തത്? ഇളയരാജ ഒരു തരത്തിലും ഒരു മോശപ്പെട്ട ഒരു സംഗീത സംവിധായകനല്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സംഗീത സംവിധായകനാണ് ഇളയരാജ. അപ്പോൾ ഈ ഇളയരാജയുടെ ഏകദേശം 5ഓളം സിനിമകൾ ഓസ്കർ അവാർഡിനേക്ക് ഒഫീഷ്യൽ എൻട്രിയായി, ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രിയായി പോയിട്ടുണ്ട്. 1 ചിപ്പിക്കുൾ മുത്ത്, 2 തേവർ മകൻ, 3 നായകൻ, 4 ഹേറാം, അത് കഴിഞ്ഞ് മലയാള സിനിമയായ ഗുരു. ഇത്രയും സിനിമകൾ ഒഫീഷ്യൽ എൻട്രിയായി ഓസ്കറിൽ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഇളയരാജയുടെ ഈ പാട്ടുകൾ അവർ കേൾക്കാനോ പരിഗണിക്കാനോ അവർ തയ്യാറായില്ല. ഇളയരാജയ്ക്ക് ഓസ്കർ അവിടെ ഒന്നും ലഭിച്ചതുമില്ല. അപ്പോൾ ഇളയരാജയ്ക്ക് ഓസ്കർ കിട്ടിയില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ഇളയരാജ ഒരിക്കലും ഒരു മോശ സംഗീത സംവിധാനം ആവുന്നില്ല. അപ്പോൾ ഇളയരാജയെ പോലെ തന്നെ നമുക്ക് എത്രയോ മനോഹരമായ പാട്ടുകൾ ചെയ്ത എത്രയോ മഹാരഥന്മാരായിട്ടുള്ള മഹാസംഗീത സംവിധായകർ ജീവിച്ചിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അതിനകത്ത് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മികാന്ത് പ്യാരേലാൽ, കല്യാൺജി ആനന്ദ്ജി, ശങ്കർ ജയകിഷൻ, മദൻ മോഹൻ, ഇവരൊക്കെ, നൗഷാദ്, ഇങ്ങനെയൊക്കെ ഉള്ളവർ ജീവിച്ചിരുന്ന ഒരു സിനിമാ ലോകമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഇവർക്കൊന്നും ഓസ്കർ കിട്ടിയില്ല എന്ന് കരുതി ഇവരൊക്കെ മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അതുപോലെ മറ്റൊരു കാര്യം, മലയാളത്തിൽ ഇപ്പോൾ നമ്മുടെ ജോൺസൺ മാസ്റ്റർ ചെയ്ത സംഗീത ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ മോശമാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അപ്പോൾ ജോൺസൺ മാഷിന് ഓസ്കർ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ജോൺസൺ മാസ്റ്റർ മോശക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഈ നമ്മുടെ ഈ ഓസ്കർ എന്ന് പറഞ്ഞ ഒരു അളവുകോല് നമ്മുടെ സംഗീത സംവിധായകരുടെ കഴിവ് അളക്കാനായിട്ടുള്ള ഒരു സ്കെയിലാണ് എന്ന് ഞാൻ കരുതുന്നില്ല.
വിദ്യാസാഗറൊക്കെ എത്ര മനോഹരമായ ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പാടാൻ അറിഞ്ഞൂടാത്തവർ വരെ പാടുകയും മനസ്സിൽ മൂളിപ്പാട്ടായിട്ട് പാടുകയും ചെയ്യാറുണ്ട്. പക്ഷേ വിദ്യാസാഗറിന് ഓസ്കർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എവിടെയോ സോഷ്യൽ മീഡിയയിൽ വായിച്ചു. അപ്പോൾ ഏതോ ഒരു പ്രമുഖ വ്യക്തി പറഞ്ഞ ഒരു കാര്യമാണിത്. ഇപ്പോൾ ഈ നാട്ടു നാട്ടു എന്ന് പറഞ്ഞ ഗാനത്തിന് അവാർഡ് കിട്ടാനുള്ള എന്ത് അർഹതയാണ് ആ പാട്ടിനുള്ളത്? ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാര്യം സിനിമയ്ക്ക് അനുയോജ്യമായ ഒരു സംഗീതം നൽകുവാൻ മാത്രമാണ് ഈ സംഗീത സംവിധായകൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം വിജയിച്ചു. അപ്പോൾ പിന്നെ ഒരു കാര്യം, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ഈ നാട്ടു നാട്ടു എന്ന് പറഞ്ഞത് ഒരു ഫാസ്റ്റ് സോങ് ആണ്. അതായത് സ്പീഡിൽ പാടിപ്പോണ ഒരു പാട്ടാണ്. അതിനകത്ത് നല്ല പോലെ ഈ ഇൻസ്ട്രുമെൻസിൻ്റെ ഉപയോഗവും എല്ലാം നല്ല ഭംഗിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല ഒരു ഇമ്പമുള്ള ഒരു ഗാനമാക്കി മാറ്റാൻ കീരവാണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന്. ഇതുപോലെ തന്നെ AR റഹ്മാന് അന്ന് 2008 ഓസ്കർ കിട്ടിയപ്പോൾ ഈ ജയ് ഹോ എന്ന് പറഞ്ഞ ഗാനം, ഒരു ട്രെയിൻ പോകുന്ന വേഗത്തിൽ പാടിപ്പോകുന്നൊരു പാട്ടാണ് ഈ ജയ് ഹോ എന്ന് പറഞ്ഞ ഗാനം. അതിനൊരു സ്റ്റോപ്പില്ല. അതിങ്ങനെ ഒരു നദി പോലെ, ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നത് ഈ ഇംഗ്ലീഷുകാർക്ക് ഇങ്ങനെ ഫാസ്റ്റ് നമ്പേഴ്സാണ് അവർക്ക് ഏറെ താല്പര്യം. ഇങ്ങനെ നമ്മളിപ്പോൾ വികാരനൗകയുമായി ഇപ്പോൾ അമരത്തിലെ പാട്ട്, അതൊന്നും അവർ കേൾക്ക പോലും ഇല്ല ആ പാട്ടൊന്നും. അപ്പോൾ കാര്യം വെച്ചാൽ അത് നമ്മൾ കേട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണത്. അപ്പോൾ സ്ലോ പാട്ടുകൾ അവർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. കാര്യം ഇവർ ചെയ്ത ഈ രണ്ടാൾക്കാർ, ഈ അവാർഡ് കിട്ടിയ രണ്ടാൾക്കാരും ചെയ്തത് ഒരു ഫാസ്റ്റ് നമ്പർ സോങ്ങാണ്. അതായത് പാടി അങ്ങ് പോകുന്ന പാട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇപ്പോൾ ഇളയരാജയുടെ പാട്ടുകൾ ഏത് പാട്ടാണ്? അപ്പോൾ നിലാവേ വാന്ന് പറഞ്ഞ ഒരു പാട്ട്, പുന്നകൈ മൻഡലിലെ വാൻമേഘം എന്ന് പറയുന്ന പാട്ട്, എന്നെ സത്തം എന്താ നേരം എന്നുള്ള പാട്ട്, ഇതൊക്കെ എടുത്ത് പറയാവുന്ന ചില പാട്ടുകൾ മാത്രമാണ്. ഇളയരാജ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ, ഇപ്പോൾ ഗുരു എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് ദേവസംഗീതം നീയല്ലേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടാണ്. ആ പാട്ട് രമേശൻ നായരാണ് ആ വരികൾ എഴുതിയിരിക്കുന്നത്. പാട്ട് കേൾക്കാൻ എന്ത് രസമാണ് ആ പാട്ട്. പിന്നെ ഗുരു എന്ന് പറയുന്ന സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത് കുറച്ച് പാശ്ചാത്യരായിട്ടുള്ള കുറച്ച് ഓർക്കസ്ട്ര ആൾക്കാരെ വെച്ച് ഇളയരാജ ചെയ്ത ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ആ ഗുരു എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. അതിൻ്റെ ഭംഗിയും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ആ സിനിമയ്ക്കകത്തുണ്ട്. ഇതൊന്നും ഓസ്കറുകാർ കാണുകയോ അവർ കേൾക്കുകയോ ഇതൊന്നും പരിഗണിക്കുകയോ കേട്ടതായി നടിക്കുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞിട്ട് ഇളയരാജ ഒരു മോശ സംഗീത സംവിധായകനാണ്, അല്ലെങ്കിൽ ഇളയരാജയ്ക്ക് ഓസ്കർ കിട്ടാത്തത് കൊണ്ട് അങ്ങേർക്ക് ക്വാളിറ്റി ഇല്ല എന്നുള്ള തരത്തിലുള്ള ഒരു എഴുത്തും സംസാരങ്ങളും ഒക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ അതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ ഓസ്കർ എന്ന് പറഞ്ഞ സാധനം, ഈ ഓസ്കർ അമേരിക്കയിൽ ചെന്ന് വാങ്ങിക്കുന്നു. ഇളയരാജയ്ക്ക് ഈ ഓസ്കർ കിട്ടിയില്ലെങ്കിലും ജനമനസ്സുകളിൽ, ജനങ്ങളുടെ ഉള്ളിൽ എത്രയോ ആയിരം പാട്ടുകളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു രൂപമാണ് ഇളയരാജയുടേത്. ഓരോ കേൾവിക്കാരനും ഓരോ പാട്ടാസ്വാദകനും അങ്ങേർക്ക്, അതായത് ഈ ഇളയരാജയ്ക്ക് ഓസ്കർ അവാർഡ് കേൾക്കുമ്പോൾ എല്ലാം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇളയരാജയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓസ്കർ കേൾവിക്കാരൻ കൊടുക്കുന്ന അവാർഡ് എന്ന ഓസ്കർ. കേൾവിക്കാരൻ്റെ മനസ്സിൽ പതിഞ്ഞ പാട്ടുകളിലൂടെ ഓരോ പാട്ട് കേൾക്കുമ്പോഴും ഇളയരാജയ്ക്ക് ഓരോ ഓസ്കർ ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ വലിയ ഒരു ഓസ്കർ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും ഇളയരാജ ഓസ്കർ കിട്ടിയില്ലെങ്കിലും ഇളയരാജ ഒരു സംഗീത സാമ്രാട്ട് തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും എനിക്ക് ഇത്രയും കാര്യം പറയണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.